എവിടെ പോയേക്കുവായിരുന്നു? நான் கோவில்ல போயிட்டு வந்தேன். என்ன என்ன கொண்டு வாங்க? நீ தூங்கிட்டு இருந்த. நான் இங்க இருந்து கோவில்ல போகும்போது கிட்டத்தட்ட ஒரு 1.5 மணி நேரம் ஆயிருக்கும். நான் சாப்பிடு. എല്ലാരും രാവിലെ എണീച്ചിട്ട് എന്നെ കൂട്ടാതെ അങ്ങ് അമ്പലത്തിൽ പോകും. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ചോദിക്കുമ്പോ പറയും ഞാൻ ഉറങ്ങായിരുന്നു. എന്നെ ഒന്ന് തട്ടി വിളിച്ചൂടെ? கோவப்படாதே செல்லம். அடுத்த வாட்டி போகும்போது கண்டிப்பா உன்னை கூட்டிட்டு போறேன். കറിയായിട്ട് പോയതാ ലിച്ചു, ഞാൻ കോവിലിൽ പോനെ. ദാ പ്രസാദം. എന്താണ് ഭയങ്കര സന്തോഷം? അതെല്ലാം ഇருக்கு. നീ കുളിച്ചിയാ? അല്ലേ ചേച്ചി? പരവായില്ല. കുളിക്കാണ്ട് പരവായില്ല. ദാ പ്രസാദം സാപ്പിട്ടുക്കോ. പഴം കേശവന് കൊടുക്കാം. എന്താണ് കൊറേ റെസിപ്റ്റ് ഒക്കെ കൊറേ വഴിപാട് നടത്തിയാ? ഇങ്ങ ഇരിക്കുന്ന എല്ലാവരോട് പേരിലും വഴിപാടെല്ലാം കഴിച്ച. അപ്പൊ ആന്റിയുടെ പേരില് വഴിപാട് കഴിപ്പിച്ചാ? എന്നോട് പേരില്, എന്നോട് അപ്പാവോട് പേരില്, എല്ലാവരുടെ പേരിലും വഴിപാട് കഴിച്ച. എന്താണ് ഭയങ്കര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണല്ലോ. ആമാ, കോവിലിൽ പോയിട്ട് വന്നേ. കുളിച്ചിയാ നീ? ഏത് കോവിൽ പോയേ? ബാലഭദ്രകാളി ക്ഷേത്രം ഇരിക്കല്ലേ, അങ്ങ്. പ്രസാദം. ഞാനും കൊറേ നാളെ അമ്പലത്തിലൊക്കെ പോയിട്ട്. ഞാൻ ഇന്നേക്ക് പോന്നെ. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ഭയങ്കര സന്തോഷമാണല്ലോ. ഇതെന്തോന്ന് ചിരിക്കുന്ന? അത് തന്നെ. എന്റെ ചിരിക്കാതെ കാര്യം പറ. എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം എല്ലാം ഇല്ല. എനക്ക് കോവിലിൽ പോണെന്ന് തോന്നിയെടുത്ത് അതിനാലെ പോന്നെ. അവളോതാ. ഞാൻ കഴിഞ്ഞ തവണ ശാർക്കര പോയപ്പോ അമ്പലത്തിൽ പോണെന്ന് വിചാരിച്ചാണ്, പക്ഷെ പോവാൻ പറ്റിയില്ല. പക്ഷെ കുഴിപ്പുറത്ത് അമ്മ ഉണ്ടല്ലോ, ചൊവ്വ വെള്ളി ദിവസം രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകും. എനിക്ക് വേളാങ്കണ്ണി പോണമെന്നുണ്ട്. പണ്ട് എപ്പോഴോ പോയതാണ് ഞാൻ വേളാങ്കണ്ണിയില്. ഞാൻ പോയിരിക്കேன் கௌரி. அங்க ஒரு ஆகஸ்ட் செப்டம்பர் இருக்குல்ல, அங்க பண்டிகை நடக்கும். ரொம்ப கூட்டமா இருக்கும். ரொம்ப சூப்பர் அது. എന്തായാലും അടുത്ത വർഷം എനിക്ക് വേളാങ്കണ്ണി പോണം. കണ്ടിപ്പാ പോലാം. നമ്മ എല്ലാരും ചേർന്ന് പോലാം. അല്ല, ഇന്ന് ഭയങ്കര ഉഷാറിലാണല്ലോ. സാധാരണ ഉഷാറില്ലാന്നല്ല, പക്ഷെ ഇന്ന് എന്തോ ഒരു പ്രത്യേകത ഇല്ലേ ലച്ചു? അതുകൊണ്ട് അത് പറയണ്ടേ? ആ, ഒന്നും ഇല്ല. വിശേഷം ഇരുന്നാ മട്ടുന്നാ കോവിലേക്ക് പോകാൻ മുടിയുമോ? കോവിലിൽ പോയത് മാത്രമല്ല, എന്തൊക്കെയൊക്കെയോ അല്ലേ ഭയങ്കര ഉഷാർ. എന്താണ് കാര്യം പറ. நான் எப்பவுமே ஹாப்பி தான். இன்னைக்கு எனக்கு அப்பாவை கூப்பிடணும், லட்சுமி பாலசுப்ரமணியத்தை கூப்பிடணும், சந்தனமாரியை கூப்பிடணும், எல்லார்ட்டையும் நிறைய பேசணும். அப்ப முத்துகுமரண்ணன் അടുത്ത് பேசണ്ടே? கண்டிப்பா பேசணும். என்னோட வேலையெல்லாம் முடிஞ்சதுக்கு அப்புறம் நான் பேசுவேன். நிறைய பேச போறேன். അവിടെ നിന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കേള്. ആന്റിക്ക് മധുരയില് നമ്മളറിയാതെ വല്ല ആലോചനയും നടക്കും? ആലോചനയാ? என்ன ആലോചന? തിരുമണം. പോയാ എന്തോ കാര്യം. സംതിങ് ഫിഷി. ചേച്ചി, നീ കല്യാണാലോചന വല്ലതും നടന്നോ? ഉസലാമ്പട്ടി പെൺകുട്ടി മുത്തു പേച്ച് ഒസറാം പാത്ത് എൻ കഴുത്ത് സുരുക്കി പോച്ച് കൂടവേള കൂടെ വെച്ച്. നീ വന്നോ? ഞാൻ വേണ്ടി നീ അങ്ങ് മധുരയ്ക്ക് പോയി കാണുമെന്ന്. உங்களை எல்லாம் விட்டுட்டு நான் எங்க போவேன் அம்மா? என் செல்லம், என் செல்ல குட்டி. കൊച്ചാള് കൊള്ളാമല്ലോ. ഞാനും കനവും കൂടെ അടി കൂടുന്നതാണോ നിക്കുവന്നോ? അമ്മൂമ്മ സാധാരണ ആരുമായിട്ട് ഒത്തുപോലല്ലോ. പാറു, എന്തോന്ന് ബഹളം? കനക എന്നെ ഒന്ന് സ്നേഹിച്ചതാ. சிவா கேசு, நீங்க எங்க போயிருந்தீங்க? ഇവര് നിക്കുന്ന നിപ്പിൽ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരും. சிவா கேசு, நீங்க பிரசாதம் சாப்பிட்டீங்களா? അതൊക്കെ ഇവര് എപ്പോഴേ സാപ്പിട്ടാச்சு. കേട്ടാ, ഇന്ന് കനാൻഡി ഭയങ്കര ഹാപ്പിയാ. തിരുമണമായെന്നാ തോന്നുന്നേ. തിരുമണോ? അപ്പടിയാ? இல்ல சிவா, அப்படி எல்லாம் இல்ல. എന്താണ് ഒരു ചിരിയും നാണോ ഒക്കെ? അതെന്നെ,
ഇങ്ങോട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു, എനിക്ക് ഉമ്മ തരുന്നു, ഭയങ്കര സന്തോഷം. എനിക്കറിഞ്ഞൂടാ. കനകം, എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ടോ? அப்படியெல்லாம் ஒண்ணும் இல்ல செல்லம். ഒന്നുമില്ല. അവസാനം കല്യാണം നടക്കും, നമ്മളോടൊന്നും പറയത്തുമില്ല, കെട്ടും കഴിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും. நான் அப்படியெல்லாம் செய்ய மாட்டேன் தங்கம். எனக்கு கல்யாணம் வேண்டாம். അയ്യോ, അങ്ങനെ തീർത്ത് പറയല്ലേ ആന്റി. ആല നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലേ. വിധിയെ തടുക്കാൻ ബ്രഹ്മാവിനെ കൊണ്ടുപോലും ആവില്ല എന്നാണ്. ആണല്ലേ? പക്ഷെ ഇവിടെ ചിലവര് വിധിയെ വിലക്ക് വാങ്ങുന്നുണ്ടേ. അങ്ങനെ വിലക്ക് വാങ്ങിയവരൊക്കെ ഇപ്പൊ വിലപിക്കണുണ്ട് അല്ലേ അമ്മുമ്മ? അല്ല, നിങ്ങൾ എന്തോ ഇപ്പൊ പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലായില്ലേ. കേശാണ്ണ തലയിൽ മെർലിൻ ചേച്ചി വന്ന് വീണ കാര്യം പറഞ്ഞതാ. വിധി, ദുർവിധി. എന്തിനാണ് എന്നെ തള്ളണേ? അവക്കുള്ളത് അങ്ങോട്ടും കൊടുത്താൽ മതി. പക്ഷേ കൊച്ചുവായി വലിയ വർത്താനം പറയല്ലേ. ഇവിടെ പറയുന്ന കേട്ടല്ലേ ഞാൻ പഠിക്കുന്നത്. ഇവിടെ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും നീ കേട്ട് പഠിക്കുന്നില്ലല്ലോ. ഇവിടെ പറയുന്ന നല്ല കാര്യം പറയാൻ ഒരു അവസരം തരണ്ടേ? പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഓ, அம்மா இன்னைக்கு அவளை ஒன்னும் சொல்லாதீங்க, திட்டாதீங்க. செல்லம் இல்ல? ഒരു കാര്യം ഉറപ്പാണ്, കനകാന്റി ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്താണ് ആന്റി കാര്യം? പറ സത്യം പറ, എന്താണ് കാര്യം? நான் இன்னைக்குமே ஹாப்பி தான், இன்னைக்கு மட்டும் இல்ல. ചായക്ക് വെള്ളം വെച്ചതാ, അടുപ്പും കത്തിച്ചില്ല, ഒന്നുമില്ല, പോയി കളഞ്ഞു. ഉമ്മ, എന്തോ കാര്യമുണ്ട്, അത് മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. കണ്ടുപിടിക്കാം. സത്യം പറയാണ്ടല്ലോ മഴ, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാന്നറിയോ? ഒരു കൊല്ലം മുന്നേ. കൊല്ലം മുന്നേ എല്ലാവരുമായിട്ടൊന്ന് കൂടി, പിന്നെ ഇപ്പൊ പലരും പല വഴിക്കായി. ഞാനും അങ്ങനെ തന്നെ. എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് കാലം മറന്നു. ആ കൃപാന്ത് മാത്രമാണ് ആകപ്പാട് ഇവിടെ ഉള്ളത്. ആശാൻ ഇവിടെ ഉണ്ടാ? അവന്റെ വൈഫായിട്ട് ബാംഗ്ലൂർ എന്തോ പോയേക്കണം എന്നാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയ അറിവ്. കനയാന്റെ കണ്ടോ? ഇല്ല, നീ കണ്ടോ? ഞാൻ കണ്ടില്ല. കനയാന്റെ ചിരി ഇതുവരെ മാറിയിട്ടില്ല. അത് ശരി, അത് മാറുന്നില്ലേ? ഇല്ല. എന്തോ കാര്യമായിട്ടുണ്ട്. അത്ര ചോദിച്ചിട്ടും പറയുന്നില്ലല്ലോ. ആ ലേഡീസ്, രണ്ടുപേരും അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. കോളേജൊക്കെ തുറന്നല്ലോ, അപ്പോ എന്റെ പോക്കറ്റ് കാലിയാവാതെ നിങ്ങൾ വേണം നോക്കാൻ. ഓക്കേ? ആ ചേട്ടൻ ഇനിയിപ്പൊ ചെലവൊക്കെ അങ്ങോട്ട് കൊറേ കൂടുമല്ലോ. ഞാൻ ഇതിനെ നോക്കി. ஆமா, புது ட்ரெஸ் எல்லாம் இல்ல, ஒரு பாயசம் தான். எனக்கு செலிப்ரேட் எல்லாம் பண்ணா பிடிக்கவே பிடிக்காது. லக்ஷ்மி, நான் அப்புறம் கூப்பிடுறேன். கனகாண்டி, யாரு? லட்சுமி பாலசுப்ரமணியா? ஆமா. அப்புறம் எதுக்கு போன் கட் பண்ணீங்க? நான் இங்க இருக்குன்னு சொல்லிட்டு എന്തിനി? ആന്റിയുടെ നല്ലതിനും ചീത്തപ്പേരുണ്ടാവാതിരിക്കാനും വേണ്ടി ഞാൻ പറയുകയാണ്, ലക്ഷ്മീനെ ഇവരെ തമ്മിൽ അടുപ്പിക്കരുത് പ്ലീസ്. ആന്റി ഒന്ന് ഫോണിൽ പറഞ്ഞേ പുതിയ ഡ്രസ്സും പായസവും ഒക്കെ. ഒന്നും ഇല്ല പാറു. അങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ പറയൂ. കാര്യം എന്താണെന്ന് പറ. ഒന്നും ഇല്ല ഗൗരി. കാര്യം പറയാൻ അങ്ങോട്ട്. എന്താ ആന്റി, നാട്ടിലൊരു ഉത്സവം വല്ലതും ഉണ്ടാ? ഒന്നും ഇല്ല ശിവ. എന്തോ ഒന്നുമില്ലാന്ന്. കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയേച്ചി അങ്ങോട്ട്. ആന്റി ഇപ്പൊ ഓരോന്ന് ഒളിപ്പിക്കാൻ തുടങ്ങി. പാറു, എന്തോന്ന് ആന്റി ഇത്? ആന്റി കുറെ നേരമല്ലേ സസ്പെൻസ് തുടങ്ങിയിട്ട്? അതൊക്കെ കള, എന്ത് കാര്യം പറ. എന്താണെങ്കിൽ നമുക്ക് ആഘോഷിക്കാം. ഒരു ചിന്ന വിഷയം ഇருக்கு, ആന ആഘോഷിക്കെല്ലാം കൂടാതെ. എന്റെ ആന്റിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ ആന്റി പറ. ഇതിപ്പോ എന്ത് ചോദിച്ചാലും ഒന്നുമില്ല, അല്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കും. എന്തോ ഇത്? അത് ഇനിയിപ്പൊ ചോദിക്കേണ്ട കാര്യമില്ല, കൊറേ നേരം കൊണ്ട് പറന്ന് ചോദിക്കോ. ഇനി പറയാൻ എന്നാ പിന്നെ പറയാം. അതെന്നെ പറയണ്ട. சிவா, நான் சொல்றேன். എന്നാ പിന്നെ പറ. சொல்லுவா. நான் சொல்றேன், ஆனா நீங்க செலிப்ரேட் பண்ணி காசெல்லாம் செலவு பண்ண கூடாது. കാര്യം പറ. ഒന്ന് കാര്യം പറ. நீங்க செலிப்ரேட் பண்ண மாட்டீங்கன்னா நான் சொல்றேன். ഒന്ന് சொல்ல ആന്റി, കൊറേ നേരമായി. சொல்லட்டா? இன்னைக்கு என்னோட பிறந்த நாள். ഇത്രയുള്ള കാര്യം. ഞങ്ങൾ വിചാരിച്ച ആന്റി ഒന്ന് വലിയ മല മറിക്കണ കാര്യം പറയാൻ പോവാൻ. ഞാനും ചെളി കേസ ബർത്ത്ഡേ. എന്തായാലും ബർത്ത്ഡേ അല്ലേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ കനക ആന്റി. താങ്ക് യു. പിറന്നാൾ ആശംസകൾ. താങ്ക് യു കേസു.
பிறந்த நாள் வாழ்த்துக்கள் கனகேச்சி. தேங்க்யூ கௌரி. ஆனா நீங்க யாரும் செலிப்ரேட் பண்ண கூடாது. എന്തിന്? അല്ല ഇത് മേടിച്ചോടാ ആന്റി പറയാതിരുന്നേ. ஆமா, வேண்டாம், நம்மளுக்கு ஒரு பாயசம் வைக்கலாம். അതിന്റെ ആവശ്യമൊന്നും ഒന്നാമത് ഉച്ചക്ക് മീൻ വറുത്ത മീൻ കറി വയ്ക്കില്ലേ? இருக்கு. ആ അപ്പൊ പിന്നെ അതിന്റെ കൂടെ ഈ പായസം കഴിച്ചു കഴിഞ്ഞാൽ മീൻ വറുത്തിന്റെ ടേസ്റ്റ് അങ്ങ് പോലെ. അതൊരു സിംഗിൾ ഒട്ടും സിംഗിൾ അത് വേണ്ട. അല്ലെങ്കിൽ തന്നെ ഈ ബർത്ത്ഡേക്ക് എന്തിനാ ആന്റി ഇങ്ങനെ മെനക്കിടുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, ഈ കാര്യത്തിലാണോ രാവിലെ തൊട്ട് ചിരിച്ചു കളിച്ച് നടന്നിരുന്നേ? ஆமா, ഞങ്ങള് വേറെ നണ്ടൊക്കെ വിചാരിച്ചു ചുമ്മാ. അതെ, നിന്നോട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. മകൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ പോലത്തെ പറഞ്ഞു തരണോ? ചേച്ചി കുറച്ച് സമാധാനം മാത്രം തന്നാ മതി. ഒരു സമാധാനം ഞാൻ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്, അത് കൊടുത്തു കൊടുക്കല്ലോ. പഠിക്കാട്ടോ. രണ്ട് എത്രയാടോ മക്കളെ? അപ്പൊ ഈ അടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണോ പറഞ്ഞു വരണേ? അതിനെ പറയണ്ടല്ലോ, എനിക്കറിയാലോ. എന്തെങ്കിലും കാണും. തെറ്റി അളിയൻ വരുന്നില്ലേ? ആ, അതെനിക്കറിയാൻ പാടില്ല. പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണെന്നാ പറയണേ. കമ്പനിന്ന് ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നവരോടെ തിരിച്ച് കമ്പനിയിലേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ അളിയൻ വന്നാലും അങ്ങനെ തന്നെ ആവൂ? സിദ്ധു അവിടുത്തെ മെയിൻ ആണല്ലോ. അത് മാത്രല്ല, സിദ്ധു അവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ടേ 10 വർഷമായി. എന്തുവാ സിദ്ധോളയന് ലീവ് കിട്ടൂലേ? ഇതൊക്കെ എവിടെ നിന്ന് കയറി വരുന്ന ഓരോന്നൊക്കെ ചോദിക്കുന്നത്? നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ ചോദിക്കാൻ? ഞാൻ എപ്പോ ചോദിച്ചാലും ഈ ലീവ് കിട്ടൂല എന്നല്ലേ പറയുന്നേ. അതുകൊണ്ട് ചോദിച്ചല്ലേ. ഭാര്യ ലീവ് കിട്ടാത്തതല്ല, അവൻ ലീവ് എടുക്കാത്തതാ. എന്താ ചേച്ചി? ഭാര്യയും മോളെയും അളിയന് കാണാൻ ആഗ്രഹമില്ല, പ്രത്യേകിച്ച് ഭാര്യയെ. കൊച്ചെ ഒന്ന് തന്നാണ്ടല്ലോ. എന്തോന്ന് ചേച്ചി ഇത്? ഒരു കൊച്ചു കൊച്ചിനടുത്ത് എപ്പോ നോക്കിയാലും ഒന്ന് തന്നാണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കണേ അല്ല മക്കളെ? അത് തന്നെ. ആ നോക്കിക്കൊണ്ടിരിക്കാതെ ഒരെണ്ണം പാട്ടി ഇവിടെ നിന്നെ ഉണ്ടല്ലോ കയ്യില് കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ചേട്ടാ, ചേട്ടൻ തരുന്നുണ്ട് കേട്ടോ. നേരെ കാണിച്ചു തരാം ഞാൻ. ஆஹா, நீங்க எல்லாம் இங்க இருக்கீங்களா? நான் அம்மா கிட்ட சொன்னேன் இன்னைக்கு என்னோட பர்த்டேன்னு. அப்ப அம்மா என்ன சொன்னாங்க தெரியுமா? நம்மளுக்கு பாயசம் வைக்கலாம்னு. வைக்கலாமா? പായസൊക്കെ ഇപ്പൊ ആന്റി ഇതിപ്പം ഇത്ര സമയമൊക്കെ ആയില്ലേ, ഇനിയിപ്പൊ എന്തിനാ അതിന്റെ പേരിൽ വെറുതെ മെനക്കിടുന്നേ? പിന്നെ ബർത്ത്ഡേ ആന്റിയുടെ ആണ്, ആന്റിക്ക് വേണമെങ്കിൽ വെച്ചോ. அப்படின்னா என்ன பாயசம் வேணும்? അങ്ങനെ ഇപ്പൊ പായസം വേണോന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ വെക്കുവാണെങ്കിൽ കടലപ്പായസമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് കുടിക്കും. നടക്കൂല. വെക്കുവാണെങ്കിൽ, നീ വെക്കുന്നുണ്ടെങ്കിൽ പാലട ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് കുടിക്കാം. നിങ്ങൾ വെക്കാതിരിക്കുക, എന്തെങ്കിലും കാണിക്കും. എന്നാലും എനിക്ക് പായസത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഏത് പായസമാണെങ്കിലും ഞാൻ കുടിക്കും. കുറച്ച് വേപ്പില അരച്ച് പായസം ഉണ്ടാക്കി തരട്ടാ, കുടിക്കൂ. അതെന്ത് പായസം? ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ. കലക്കി തരാം, കുടിക്കണേ. കുടിക്കാം. அப்படின்னா பாயசம் வைக்கலாமா? ഓ വേണ്ട ആന്റി, പായസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതന്നെ വേണ്ട, ശരിയാവും. വേണ്ട ആന്റി. யாருக்கும் விருப்பம் இல்லைன்னா வேண்டாம். കാണാൻ്റെ வைக்கலாமா? பாயசம் வைக்கலாமா? പായസം വെക്കലായിരുന്നു, പക്ഷേ അത് സദ്യ ആയിരുന്നു നീ വെക്കായിരുന്നു. ഇപ്പൊ സദ്യ ഇവിടെ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ശരിയാവത്തൂല്ല. നല്ല വെപ്പേര് വെക്കണം, നല്ല ശരിയാവുള്ളൂ അല്ലേ? அதுக்கு என்னடா கேசு, நம்மளுக்கு வேணா சத்யா ஆர்டர் செய்யலாமே. ആഹാ, ഓർഡർ ചെയ്തപ്പോ എവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചോറും മീൻകറിയും മീൻ വറുത്തൊക്കെ എന്ത് ചെയ്യും? എന്ത് കാര്യം? ആന്റിയുടെ ബർത്ത്ഡേ അല്ലേ? പായസം വേണോ? സദ്യ വേണോ? എനിക്കുണ്ട്. കണ്ട, ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല ആന്റി. ആന്റി പണ്ടത്തെ പോലെ ഇപ്പൊ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാനായിട്ട് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ ബർത്ത്ഡേ, അതും അമ്മൂമ്മയുടെ ബർത്ത്ഡേ, അതൊരു ഒന്നൊന്നര ആഘോഷമായിരുന്നു. അമ്മയ്ക്ക് അതറിയത്തില്ല. ഞാൻ പറയാം, നമ്മളെല്ലാവരും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അങ്ങ് പടവലത്ത് പോയേക്കുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉണ്ട്, ബാസ്യങ്ങളുണ്ട്, ശങ്കരപ്പനുണ്ട്, ചിറ്റപ്പനുണ്ട്, എല്ലാവരും ഒരേ ആഘോഷം, ഒരേ പൊളി. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താ, വൈകിട്ടായപ്പോഴത്തേക്കും നൈസായിട്ട് അച്ഛനും ബാസ്യങ്ങളും അപ്പനും കൂടി ഒരു മുങ്ങല്. തിരിച്ചു വരുന്ന 4 കാലില്ല. അങ്ങനെ വെള്ളം ഒടിച്ച് ഫിറ്റായ ശങ്കരപ്പൻ കേക്കില് മുഖം കുത്തിരി വീഴ്ച വീണു. അമ്മുമ്മ അപ്പനെ വീട് വരെ ഓടിക്കുകയും ചെയ്യും. ഈ കഥ എനിക്കറിയാലോ. എന്നാ പിന്നെ ആദ്യമേ പറഞ്ഞാൽ പോരായിരുന്ന, എന്തിനാണ് സമയം വേസ്റ്റ് ആക്കിയത്? അല്ല, നീ ഇനി എക്സ്ട്രാ വല്ലതും ഇട്ട് കൂടുതൽ തള്ളുന്നു എന്നറിയാൻ വേണ്ടി. സത്യം പറയുടെ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ആൾക്കാരില്ല. ബാസ്യങ്ങളുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ലേ? അയ്യോ, അന്ന് അങ്കിൾ എന്തൊരു കരച്ചിലായിരുന്നു എന്റെ അമ്മോ. അതിപ്പോ ഗൗരിയമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴാ ഇവിടെ കിടന്ന് നെഞ്ചത്തടി നിലവിളിയായിരുന്നു. എന്തായാലും ഇവിടെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ പോലെ കേരളത്തിൽ ഓരോ വീട്ടിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യൂല. ആന്റി, ആന്റി എന്ത് ഇവിടെ അടുക്കള വേറെ ജോലിയൊന്നും ഇല്ലേ?
കേസു എങ്ങോട്ട് കൊഞ്ചം പൈസ ഇருக்கு ഞാൻ തരട്ടാ നീ പോയി ചോക്ലേറ്റ് വാങ്ങിട്ട് വരുവിയാ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ആന്റി. ഒന്നാമത് ചോക്ലേറ്റ് തിന്ന് ഇതിന്റെ പല്ലൊക്കെ പുഴു കൊണ്ടുപോയി. ഇനി ഇവിടെ മിഠായിയുടെ ആവശ്യമൊന്നുമില്ല. അത് മാത്രമല്ല എനിക്കിപ്പോ ജംഗ്ഷൻ വരെ പോകാൻ വയ്യ. ആന്റി ആന്റിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ആന്റിക്ക് എന്താ വയ്യേ? എന്താ വെച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബർത്ത്ഡേ ചിരിക്കാ ആന്റി. എന്ത് വീട്ടിൽ പോണോ? ആ വേണ്ട എന്റെ എന്തൊരു വയ്യായി ഉണ്ടെങ്കിലും പറയത്തില്ലല്ലോ വാറുന്നു. തലവേനല്ലോ ഉണ്ടോ പനിയുണ്ടോ? ഒന്നും ഇല്ല. ആന്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയണത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇത് കൈവേന കാലുവേന മുട്ടുവേന തലവേന. ஐயோ சாமி எனக்கு ஒரு அசுகம் இல்ல என்ன பேஷண்ட் எல்லாம் ஆக்கிடாதீங்க. അമ്മായി ചേച്ചി എന്ത്? അവര് ഗൗരവമായിട്ട് റൂമിലുണ്ട്. ശിവ കനകം ഇവിടെ തേണ്ടിരിക്കുന്ന പുറത്ത്. ആറു നീ പോയി ലച്ചുവിനെയും ഗൗരിയും വിളിച്ചോണ്ട് വാ. എല്ലാം സെറ്റല്ലേ? അതെന്തിനാണ് ഒരേ ഫോൺ വിളിയാണല്ലോ എനിക്ക്? എന്തിനാണിത്? ഒന്നും പറഞ്ഞില്ലല്ലോ. ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആരും താല്പര്യം കാണിച്ചില്ലല്ലോ. ഞാനൊട്ടൊന്നും പറഞ്ഞതുമില്ല. ആ വിഷമിച്ചിരിക്കും ആയിരിക്കും. വിളിക്കണോന്ന് ഞെട്ടിക്കണം. വേണ്ട പുറത്തിരിക്കുന്നത് ആന്റിനെ വിളിക്കണ്ടേ? പിന്നെ വേണ്ടി ഒരു കാര്യം ചെയ്യ്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് പോയിട്ട് വരുമ്പം ഒരുമിച്ച് കേറി വരരുത്. നീ ആദ്യം വരണം. അതൊക്കെ ഞാൻ സിഗ്നൽ. എനിക്ക് എന്തിനാ അത്രയും ബോധമല്ലെന്ന് വിചാരിച്ചാ. വെയിറ്റ്. ശിവ കേക്ക് സെറ്റ് ഇച്ചിരി ഇങ്ങ് നീങ്ങി എന്നാ അതങ്ങ് ചെയ്യായിരുന്നു. എനിക്ക് പറയുന്നത് എല്ലാരും കൂടെ പൊളിച്ചെടുക്കും ഇന്ന്. ഇത് കാണുമ്പോ ഞെട്ടണം. ഞെട്ടൂലേ? എന്തിനാണ് ഇത്? എവിടെ നമ്മൾ വാങ്ങിയത്? ആവേശം കാണിക്കാതെ പതിവ്. മെഴുകുതിരി എവിടെ? ഇങ്ങനത്തെ ഉണ്ടെന്ന് തോന്നുന്നു. റൂമിൽ കാണും. പോയി എടുത്തിട്ട് വാ. അതൊക്കെ മാറ്റാം. അതൊക്കെ അക്രമം കാണിക്കാണ്ട് സൂക്ഷിച്ചെടുക്കുക. ഇതൊക്കെ കാണുമ്പോ ആന്റി ഒരു ഞെട്ടും. മിക്കവാറും സന്തോഷം കാരണേ ആന്റിയുടെ കരച്ചില് കാണേണ്ട വരും എന്നാണ് എന്റെ പേര്. ആ അത് ശരിയാ. കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചായിരിക്കും കരച്ചില്. ഓ അത് കാണാനാണ് എനിക്ക് വയ്യാത്തത്. ആ കൊച്ചിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് പേടിയാ. എന്റെ കാലം കഴിഞ്ഞ് ആ കൊച്ചു എങ്ങനെ ജീവിക്കും? അയ്യോ കൂടുതൽ ഓവറാക്കല്ലേ അമ്മ. ആ കൊച്ചേ നിന്നെ പോലൊന്നും അല്ല. അത് നല്ല സ്നേഹമാ. നിന്നെ പോലെ ഷോ ഒന്നും അല്ല കൊച്ചു കാണിക്കുന്നത്. അമ്മ നല്ലൊരു ദിവസമായിട്ട് ചുമ്മാ ചൊറിയാൻ നിക്കല്ലേ. ഓ അപ്പൊ രണ്ടുപേർക്കും അറിയാം നല്ലൊരു ദിവസമാണെന്ന്. ബർത്ത്ഡേ എങ്ങനെ അലമ്പാക്കാനാണ് പരിപാടിയിൽ ഞാൻ കുഴിപ്പളത്ത് ഇറങ്ങി പോവേ. നടിച്ചിറക്കി വിട്ടാലും പോവാത്ത ചേച്ചി കുഴിപ്പളത്ത് പോകുന്ന കത്തിങ്ങനെ കൊടുക്കട്ടെ. എല്ലാം കൂടെ കുത്തിക്കൊല്ലി. രണ്ടെണ്ണം കൂടെ വഴക്കുണ്ടാക്കിയാണ്ടല്ലോ. 4 എന്റെ വായു നല്ലത് കേൾക്കും കേട്ടോ. എന്താ പ്രശ്നം? ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഫോൺ വിളിച്ചോണ്ടിരിക്കണേ. ഇപ്പോഴും അവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഒന്നും കൂടെ പോയി നോക്കിട്ട് വാ. അതാ നോക്കിട്ട് கேசு எதுக்குடா என்ன கூப்பிட்ட? எங்க போனா? கேக்கு ஹாப்பி பர்த்டே கனகம். ഹാപ്പി ബർത്ത്ഡേ സമാധാനം പറയാ. എനിക്കറിഞ്ഞൂടാ. വെള്ളം എടുത്തിട്ട് വെള്ളെടുത്തോണ്ടേ ശ്വാസം ഉണ്ടാന്ന് നോക്ക്. ശ്വാസം ഉണ്ടാന്ന് നോക്കുവോ? ശ്വാസമൊക്കെ ഉണ്ട്. ഉണ്ടോ? ആന്റി എണീറ്റേ. ആന്റി ആന്റി ഒരു കാര്യം ചെയ്യ ആശുപത്രി കൊണ്ടുപോവാ. ഒരു മിനിറ്റ്, നമുക്ക് കേക്ക് കൂടെ കൊണ്ടുപോവാ. എന്തിന്? അവിടെ വെച്ച് ബോധം വരുവാണെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്യാലോ. അയ്യോ വീരഭദ്രക്കാരി
ബോംബിന്റെ പൊട്ടിക്കുമ്പോ സൗണ്ട് കുറവായിരിക്കും, ഈ പോപ്പറിന്റെ സൗണ്ട് ആയിരിക്കും പ്രശ്നം. നീ മിണ്ടാ തൂക്കണേ. പാറമട കൊണ്ടുപോലെ വണ്ടി വിളിയാടാ